അഡ്വക്കേറ്റ് അനൂപ, രാജ്യത്ത് വെറുപ്പ് വളർത്താൻ കോൺഗ്രസ് നിയമനിർമ്മാണം വരെ നടത്തിയതിന് ഉദാഹരണമാണ് വഖഫ്. അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ അങ്ങനെയൊരു സംവിധാനമുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സാണ് വഖഫിന് അമിതാധികാരം നൽകിയത്. അതുവഴി അവർ ഭരണഘടനയെ അവഹേളിച്ചു. കോൺഗ്രസിൻ്റെ വിഘടന രാഷ്ട്രീയം വഴി നിരവധി ഭൂമി വഖഫ് ബോർഡ് കൈവശപ്പെടുത്തി. സാമൂഹിക നീതിക്ക് എതിരാണ് വഖഫ് നിയമം. ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ പരാമർശത്തെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ നിരവധി പ്രസ്താവനകൾ കേട്ടിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ആ അർത്ഥത്തിലൊരു പുതുമയോ അത് ജനിപ്പിക്കുന്നില്ല. അത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഒരു എന്തെങ്കിലും സന്തോഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഭരണഘടനയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൃത്യമായൊരു പ്രതീക്ഷിക്കപ്പെട്ട ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റാൻ പദ്ധതിയിട്ടിരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായ ബഹുമാന്യനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഭരണഘടനയെ കുറിച്ച് അങ്ങനെയെങ്കിലും സംസാരിക്കുന്നത് സന്തോഷകരമാണ്. പിന്നെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആരാണ് ഈ രാജ്യത്ത് വെറുപ്പ് പടർത്തുന്നത്, വിഭജനത്തിന്റെ ഡിവൈഡിന്റെ രാഷ്ട്രീയം ആരാണ് പ്രയോഗവൽക്കരിക്കുന്നതെന്നൊക്കെ വളരെ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയായി നമ്മൾ കാണേണ്ടത് അത് യൂറോപ്യൻ പശ്ചാത്തലത്തിലുള്ള മതവിരുദ്ധമായ സെക്കുലർ ആശയമല്ല, മറിച്ച് എല്ലാ മതങ്ങളെയും പരിഗണിക്കുന്ന ഒന്ന് എന്നുള്ള തരത്തിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഭരണഘടന തന്നെ വികസിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ സ്വാധീനിച്ച ആശയ മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും ആശയങ്ങൾ അത് കടം കൊണ്ടിട്ടുണ്ട്. ഒരു ബുദ്ധമതത്തിൽ നിന്ന്, അതുപോലെ പ്രാചീന ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന്, മറ്റു മതങ്ങളിൽ നിന്നൊക്കെ എല്ലാ മൂല്യങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മളുടേത്. എന്ന് മാത്രമല്ല, ലോകത്തെ മതസ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉറപ്പു നൽകിയ അംബേദ്കർ പോലും പിന്നീട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങളെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നതിനകത്ത് സാങ്കത്യമില്ല എന്ന് മാത്രമല്ല, അത് അബദ്ധജടിലവുമാണ്. ഇനി അംബേദ്കർ പ്രതിനിധീകരിക്കുന്ന ആശയമണ്ഡലത്തോട് ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നും ആരും കരുതുന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് വഖഫ് പോലുള്ള നിയമം പ്രസക്തി എന്നുള്ളതാണ്. വിഭജിക്കും അവിടെ പാകിസ്ഥാൻ ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞതിന് ശേഷവും ആരുടെ കൂടെ നിൽക്കണം, നിങ്ങളുടെ മാതൃഭൂമി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യയെ ഓപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ജനസംഖ്യം, അവർ ഇവിടുത്തെ മറ്റാരേക്കാളും ഈ രാജ്യത്തോട് രാജ്യക്കൂറ് പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ഈ രാജ്യം തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ്. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, വിഭജനത്തിന്റെ സമയത്ത് ഈ രാജ്യത്തെ ഏത് പൗരന്റെ മുന്നിലും ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ കൂടെ പോകണോ പാകിസ്ഥാന്റെ കൂടെ പോകണോ എന്നുള്ളത്. പക്ഷെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഇന്ത്യയുടെ കൂടെ നിലയുറപ്പിക്കാൻ ഇന്ത്യയുടെ ഭാഗമായി നിന്ന ആളുകളാണെന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ തുടക്കം മുതൽ വളരെ കൃത്യമായി ഈ രാജ്യത്തിന്റെ രൂപീകരണത്തിൽ പങ്കുള്ള, ഈ രാജ്യത്തിന്റെ ഭാവിയും ഭാഗതയും നിർമ്മിക്കുന്നതിൽ വലിയ പങ്കുള്ള ഒരു ജനസമൂഹമാണ്. ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ജനതയ്ക്ക് അതിന്റെ ഉറപ്പ് നൽകപ്പെട്ട കരാറുകളിൽ ഒന്നാണ് ഇത്തരം അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരേ സമയം ഇന്ത്യക്കാരനായും മുസ്ലിമായും തുടരുക, അവരുടെ സ്വത്തുവകകൾ ആ അർത്ഥത്തിലുള്ള വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരാശരി വിശ്വാസിയുടെ ഭാഷ. സർവമത സമഭാവനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. സർവമത സമഭാവന കോൺഗ്രസ് നാഴികക്ക് 40 വട്ടം
ആവർത്തിക്കുന്നതും അത് തന്നെയാണ് അല്ലെ? നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അതാണ്, സർവ്വമത സമഭാവന അല്ലേ? അങ്ങനെയാണ്. പക്ഷേ അതാണ് അതിനെ സതുദ്ദേശപരമായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ ഇത്തരം ഒരു നിയമത്തെ തള്ളിപ്പറയല്ലേ വേണ്ടത്? അല്ലല്ലോ. ഇവിടെ ഇപ്പൊ ദേവസ്വം എന്ന് പറയുന്നത് എന്താ? ദേവന് സമർപ്പിക്കപ്പെട്ട ഭൂമി എന്നുള്ളതാണ് ദേവസ്വം എന്ന് പറയുന്നത്. അതുപോലെ ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട ഭൂമി എന്നുള്ളതാണ് വഖഫ് എന്നതിന്റെ അർത്ഥം. വഖഫ് ബോർഡിനെയും ദേവസ്വം ബോർഡിനെയും താങ്കള് ഒരേ തുലാസിലാണോ തൂക്കുന്നത്? കൃത്യമായി രണ്ട് വിശ്വാസ പ്രമാണങ്ങളാകുമ്പോൾ അതിനകത്ത് അതിൻ്റെതായ വഖഫ് ബോർഡിന്റെ അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കണമെന്ന് പറ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് പറയാത്തത്? വഖഫ് നിയമം അനുസരിച്ചല്ലേ വഖഫ് ബോർഡ്, ദേവസ്വം ബോർഡ് ദേവസ്വം നിയമം അനുസരിച്ചല്ലേ? അതെ. അപ്പൊ താരതമ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. ഇത് വഖഫ് ബോർഡുകളുടെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് നിലനിന്നിരുന്ന മുഹമ്മദൻസ് ലോയുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇതിനെ കാണേണ്ടത്. അത് കോൺഗ്രസ് കൊണ്ടുവന്ന ഒന്ന് എന്നുള്ള നിലയ്ക്കല്ല അതിനെ കാണേണ്ടത്. പിന്നെ ഈ പറയുന്ന വഖഫ് നിയമത്തെ നമ്മൾ എങ്ങനെയാണ്, അത് ചരിത്രപരമായി രൂപപ്പെട്ട ഒന്നാണ്. കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ അധികാരം ഏൽപ്പിക്കുന്നു, കുറച്ച് സ്വത്തുക്കളൊക്കെ വഖഫ് ആക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ വഖഫ് രൂപപ്പെട്ട ഒരു ചരിത്ര പ്രക്രിയയുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ഒന്നാണ്, ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ഒന്നാണ്, സ്വാതന്ത്ര്യ അനന്തരം നിലനിൽക്കുന്ന ഒന്നാണ്. അത് ഈ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഇത്തരം സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കപ്പെട്ട, പലപ്പോഴും അന്യാധീനപ്പെട്ട പശ്ചാത്തലത്തിൽ അതൊരു ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് വഖഫ് ബോർഡിന് എല്ലാ പരമാധികാരവും നൽകിയത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് UPA സർക്കാർ അല്ലേ? വഖഫ് ബോർഡിന് എല്ലാ പരമാധികാരവും നൽകി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ബോർഡിനകത്തെ ഏറ്റവും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന വ്യവസ്ഥ എന്താ? ഈ രാജ്യത്ത് ഒരു നിയമം നടപ്പിലാകുമ്പോൾ അതിനകത്ത് മുൻകാല പ്രാബല്യം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് തന്നെ നാച്ചുറൽ ലോയ്ക്ക് വിരുദ്ധമാണ്. ഇപ്പോ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം എന്ന് പറയുന്നത് നടപ്പിലാക്കപ്പെട്ട തീയതി മുതലാണ് നിയമം. അത് നിയമത്തെ സംബന്ധിച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് ലോയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിനെ സംബന്ധിച്ച് ഏത് നിയമ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു നിയമവും ഏതൊരു രാജ്യത്ത് നടപ്പിലാക്കപ്പെടുമ്പോൾ അതിന് മുൻകാല പ്രാബല്യമില്ല. നടപ്പിലാക്കപ്പെട്ട ഏത് കോടതി വ്യവഹാരത്തിലും അങ്ങനെയാണ്, നടപ്പിലാക്കപ്പെട്ട ദിവസം മുതലാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മറിച്ച് എന്താണ്? എത്ര നൂറ്റാണ്ട് പിറകിലേക്ക് പോയി വേണമെങ്കിലും നിങ്ങൾക്ക് ആ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് വൈരനിര്യാതന ബുദ്ധിയോട് കൂടി നിയമത്തിന്റെ പ്രാഥമികമായ മര്യാദകളെ പോലും ലംഘിച്ചുകൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണ്. സംഘപരിവാരത്തെ സംബന്ധിച്ച് അത്തരമൊരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിൽ അതിന്റെ പ്രവർത്തന ശൈലിയും പ്രത്യയശാസ്ത്രവും അറിയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അത്ഭുതമില്ല. പക്ഷെ രാജ്യത്തിന്റെ ഇതിനകത്തൊരു കൗതുകം അവശേഷിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനെ ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു എന്നുള്ളതാണ്.